ന്യൂസ് 16 കേരള. മൈത്രി കാരുണ്യഹസ്തം 3 ലക്ഷത്തിലധികം രൂപ കൈമാറി. ജീവകാരുണ്യ രംഗത്തും കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മ കാരുണ്യഹസ്തം പദ്ധതിയിലൂടെ 3,10,000 രൂപ കൈമാറി. 18 വർഷമായി വധശിക്ഷക്ക് വിധിക്കപ്പെട്ട റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ധനസമാഹരണത്തിൽ 1 ലക്ഷം രൂപ നൽകി. മൈത്രി പ്രസിഡന്റ് റഹ്മാൻ മുനമ്പത്ത് 1 ലക്ഷം രൂപ റഹീം സഹായക സമിതി കമ്മിറ്റി ചെയർമാൻ CP മുസ്തഫയ്ക്കും വൈസ് ചെയർമാൻ മുനീബ് പായൂരിനും കൈമാറി. ചടങ്ങിൽ മൈത്രി കൂട്ടായ്മ രക്ഷാധികാരി ഷിയാബ് കൊട്ടുകാട്, ഉപദേശക സമിതി ചെയർമാൻ ഷംനാദ് കരുനാഗപ്പള്ളി, ജനറൽ സെക്രട്ടറി നിസാർ പള്ളിക്കശ്ശേരി, ചെയർമാൻ ബാലുക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് നസീർ ഖാൻ, റഹീം സഹായക സമിതി മെമ്പറായ സിദ്ദീഖ് അലുപറമ്പൻ, റസാഖ് പൂക്കോട്ടുംപാടൻ, ഷൈജു പച്ച, നവാസ് ഓഫീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടാതെ വീട്ടുജോലിക്കായി സൗദിയിൽ എത്തുകയും ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുകയും 7 വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹിക പ്രവർത്തകരുടെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്താൽ നാട്ടിൽ എത്തുകയും ചെയ്ത മലപ്പുറം അത്താണിക്കൽ സ്വദേശി മൈമൂന അസുഖത്തിലും സാമ്പത്തിക പ്രാരാബ്ധത്തിലും മൂലം ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു. സ്വന്തമായി ഒരു കിടപ്പാടം എന്ന ആവശ്യത്തിലേക്ക് ഭൂമി വാങ്ങി വീട് വെക്കുന്നതിലേക്ക് 1 ലക്ഷം രൂപ നൽകി. മൈത്രി പ്രസിഡന്റ് റഹ്മാൻ മുനമ്പത്ത്, മൈത്രി ഉപദേശക സമിതി ചെയർമാൻ ഷംനാദ് കരുനാഗപ്പള്ളിക്ക് തുക കൈമാറി. ഇതോടൊപ്പം തന്നെ 2 വൃദ്ധസദനത്തിലേക്ക് 25,000 രൂപ വീതം ഭക്ഷണ വസ്തുക്കൾ വാങ്ങി നൽകി. മാർത്തോമ ശാന്തി ഭവൻ വവ്വക്കാട്, ഏഞ്ചൽ വാല്യൂ കോട്ടുകാട്, ചവറ എന്നീ വൃദ്ധസദനത്തിലേക്കാണ് 50,000 രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ നൽകിയത്. കൂടാതെ കോയിവിളി സ്വദേശി സഫറുള്ളക്ക് ചികിത്സാ സഹായവുമായി 15,000 രൂപ കൈമാറി. നാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മൈത്രി ട്രഷറർ സിദ്ദീഖ് കരുനാഗപ്പള്ളി, ജീവകാരുണ്യ കൺവീനർ മജീദ്, റഷീദ് വിൻഡക്, ഷംസുദ്ദീൻ തേവലക്കര, ഫസലുദ്ദീൻ, ഫത്താഹുദ്ദീൻ, സലീം മാളിയേക്കൽ, ഷംസുദ്ദീൻ, ഹുസൈൻ, ഹസൻ, കുഞ്ഞു ക്ലാപ്പന എന്നിവർ നേതൃത്വം നൽകി. ക്യാമറമാൻ മനോജ് പൂക്കോട്ടുംപാടത്തിനോടൊപ്പം റിപ്പോർട്ട് മജീദ് KP 16 മുതൽ ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.